ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലുണ്ടായിട്ടുള്ള സെൽ ഓഫ് ആണ്. അമേരിക്കയിലെ മാനുഫാക്ചറിങ് സർവീസസ് PMIs ഒക്കെ ഹൈലി ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. അമേരിക്കൻ എക്കണോമി സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ കൂടും. ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്ന ഡിസിഷൻ നീട്ടിയേക്കും. ഈ ഒരു എക്സ്പെക്റ്റേഷൻ്റെ ഇമ്പാക്റ്റിലാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലൊരു സെൽ ഓഫ് ഉണ്ടായിട്ടുള്ളത്. NVIDIA മാത്രമാണ് ഇന്നലെ ബെറ്ററായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. NVIDIA $1038 പെർ ഷെയറിനാണ് ക്ലോസ് ചെയ്തിരുന്നത്. $1063.2 പെർ ഷെയർ വരെ ഹൈ വന്നിരുന്നു. അതിന് ശേഷമാണ് സ്വല്പം താഴെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഓവറോൾ NVIDIA തന്നെയാണ് ഇന്നലത്തെ മാർക്കറ്റിലെ ഔട്ട് പെർഫോമർ അമേരിക്കയിൽ. നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ മിക്സഡ് ക്ലോസിംഗ് ആണ് ഇന്നലെ. ഇന്നലെ സെൻസെക്സും നിഫ്റ്റിയും നമ്മുടെ മാർക്കറ്റിൽ പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ധാരാളം സ്റ്റോക്കുകളും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒട്ടുമിക്കവാറും നമ്മൾ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകളൊക്കെ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എലക്ഷൻ റിലേറ്റഡ് ഒപ്റ്റിമിസം ആണ് ഇന്നലെ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ളൊരു ഷോർട്ട് കവറിങ്ങിനും അതുപോലെ തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ്ങിനും കാരണമാക്കിയിട്ടുള്ളത്. ഈ ട്രെൻഡ് അടുത്ത ആഴ്ചയിലും കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ലെവലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 23,000 ക്രോസ് ചെയ്ത് 23,200 ലെവലിലേക്കൊക്കെ മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ നമുക്ക് വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മൾ കമ്മോഡിറ്റി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ വീക്കായിരുന്നു. $2,332 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ജൂൺ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. സിൽവർ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഇന്നലത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ. ഒപ്പം നമ്മൾ കോപ്പർ അതുപോലെ തന്നെ സിങ്ക്, അലുമിനിയം എല്ലാ മെറ്റൽ ഫ്യൂച്ചേഴ്സും ഇന്നലെ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെ വന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അയൺ ഓർ ഫ്യൂച്ചേഴ്സ് മാത്രമാണ് ഈ മാർക്കറ്റിൽ താഴെ പോകാതെ ഇരിക്കുന്നത്. അയൺ ഓർ ഫ്യൂച്ചേഴ്സ് ഫ്ലാറ്റായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഡൊമസ്റ്റിക് ന്യൂസ് ലോസൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ലോസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എക്കണോമിക് ഫ്രണ്ടിലെല്ലാം തന്നെ. അതുപോലെ തന്നെ Q4 റിസൾട്ടുകൾ വിചാരിച്ച രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ എല്ലാ കമ്പനികളിൽ നിന്നും വന്നിട്ടില്ല. എന്നിരുന്നാലും പല കമ്പനികളും എക്സലൻറ്റ് റിസൾട്ടുകളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഗ്രീൻപ്ലൈ ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ടൈം ടെക്നോപ്ലാസ്റ്റ് ഷിപ്പിംഗ്, ഷാഹി ഷിപ്പിംഗ്, അതുപോലെ തന്നെ ബിക്കാജി എക്സലൻറ്റ് റിസൾട്ടാണ് ബിക്കാജി ഫുഡ്സ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. ഒപ്പം നമ്മൾ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ വോഡാഫോൺ ഐഡിയ 5G ഇംപ്ലിമെൻറ്റേഷൻ്റെ ഡിസ്കഷൻസൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ് വോഡാഫോണിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ UPLും RT ഇൻഡസ്ട്രീസും തമ്മിലൊരു ടൈപ്പ് JV ഫോം ചെയ്തിട്ടുണ്ട്. സ്പെഷ്യാലിറ്റി കെമിക്കൽ മാനുഫാക്ചർ ചെയ്യാനും അതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്യാനാണ്. പോസിറ്റീവ് ന്യൂസാണ് ഈ രണ്ട് കമ്പനികളെ സംബന്ധിച്ചും. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സിന് 161 കോടി രൂപ വരെ ട്രാൻസ്ഫോമേഴ്സ് ഓർഡർ AL അമാൻ ഗ്രൂപ്പിൽ നിന്നും അതുപോലെ തന്നെ 179 കോടി രൂപ അഡാനി ഗ്രൂപ്പിൽ നിന്നും 19 കോടി രൂപ വരെ LNTയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് വലിയ രീതിയിൽ മുന്നേറിയിട്ടുള്ള ഒരു പവർ സെക്ടർ സ്റ്റോക്കാണ്. ഈ ന്യൂസും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. ഒപ്പം ഗോദ്രേജ് പ്രോപ്പർട്ടീസിന് സ്ലൈറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടിൻ്റെ 7,000 കോടി രൂപ വർത്ത് വരുന്ന കാണ്ടിവിലിയിലെ 18.6 ഏക്കറിലുള്ള പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് ഡിഫൻസ് മിനിസ്റ്റർ ഒപ്പോസ് ചെയ്തിരിക്കുകയാണ്. അത് ഓർഡിനൻസ് ഫാക്ടറിയുടെ അടുത്തായ കാരണമാണ് ഒപ്പോസ് ചെയ്യുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. എത്രത്തോളം നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഒന്ന് കോഷൻ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും ഈ സ്റ്റോക്കിൽ. HCL ടെക് ഹ്യൂലറ്റ് പെക്കാർഡിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡിവിഷൻ അസറ്റ്സ് മുഴുവൻ ടേക്ക് ഓവർ ചെയ്യാണ്. HCL ടെക്കിനെ സംബന്ധിച്ച് ലോങ് ടൈമിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. അതുകൊണ്ട് HCL ടെക്ക് ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി തന്നെയാണ്. ജൂൺ 4 നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുന്നവരെ, റിസൾട്ട് അനൗൺസ്മെൻറ്റ് കഴിയുന്നവരെ തീർച്ചയായിട്ടും മാർക്കറ്റിൽ നമുക്ക് വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോഴത്തെ ട്രെൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ബയാസ് ആണ്. ഗ്ലോബൽ മാർക്കറ്റുകൾ വലിയ രീതിയിൽ
രീതിയിൽ സെൽ ഓഫ് കണ്ടിട്ടും നമ്മുടെ അവിടെ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും കാണുന്നില്ല. മറിച്ച് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. ഹൊണാസ കൺസ്യൂമറിൻ്റെ Q4 റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ITC ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്. ITC ഹോട്ടൽ ഡിവിഷൻ്റെ ഡീമർജറിൻ്റെ EGM വരാൻ പോകുന്നത് ജൂൺ 6-നാണ്. അതിനുശേഷം ഹോട്ടൽ ഡിവിഷനും ഡീമർജ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസുകൾ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യണം. നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരികയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങുക. പ്രത്യേകിച്ച് ശ്രദ്ധ വയ്ക്കേണ്ടത് റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകളിലാണ്. അതോടൊപ്പം തന്നെ റൂഫ് ടോപ്പ് സോളാർ, അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. കാരണം എക്സിസ്റ്റിംഗ് ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സെക്ടറുകൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് സെക്ടറിലുള്ള SBI ലൈഫ്, HDFC ലൈഫ് പോലുള്ള ഓഹരികൾ, ഇതൊക്കെ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ മുന്നേറാൻ സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.